ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞേ? റോമൻ ന്യൂമറൽസ് എഴുതാനുള്ള റൂൾസ് അല്ലേ? അല്ലെ? അതില് ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും തേർഡ് റൂളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഫോർത്തും ഫിഫ്ത്തും മാത്രം പറഞ്ഞാൽ പോരെ. ഫോർത്ത് റൂൾ എന്താ? When a smaller numeral is placed between two larger Roman numerals, then it is subtracted from the larger Roman numeral immediately following it. രണ്ട് ഗ്രേറ്റർ റോമൻ ന്യൂമറലിന്റെ ഇടയിലായിട്ട് ഒരു സ്മോളർ റോമൻ ന്യൂമറൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ അത് കഴിഞ്ഞിട്ട് വരുന്ന റോമൻ ന്യൂമറലിന്റെ വാല്യൂയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോർത്ത് റൂൾ. എന്താ ഫോർത്ത് റൂൾ? നമ്മള് റോമൻ ന്യൂമറൽസ് എഴുതുന്ന സമയത്ത് എക്സ് ഐ വി എക്സ് ഐ വി എഴുതിയ ഹെവൻ എന്താ ഡൗട്ട്? ഹെവൻ നാലാമത്തെ കിട്ടാത്തുള്ളൂ, ബാക്കിയെല്ലാം മനസ്സിലായതാ. നാലാമത്തെ പറയുന്നേ. ഓക്കെ, ഇത് നാലാമത്തെ റൂളാ മോനെ പറയുന്നേ. എക്സ് ഐ വി എന്ന് എഴുതിയാല് എക്സിന്റെ വാല്യൂ 10. രണ്ട് വലിയ സിമ്പിൾസിന്റെ ഇടയിൽ ഒരു ചെറിയ സിമ്പിൾ എക്സിന്റെയും വിന്റെയും ഇടയിൽ ഐ എഴുതിയിരിക്കുന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ 10. അതിനോടുകൂടി നമ്മൾ റൈറ്റ് സൈഡിൽ സ്മോളർ വാല്യൂ ഉള്ള സിമ്പിൾ ആണ് എഴുതിയിരുന്നെങ്കിൽ ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. 10നോടുകൂടി എന്താ ആഡ് ചെയ്യണം? ഇവിടെ ഇടയിലായിട്ട് ചെറിയ സിമ്പിളാ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ആ ചെറിയ സിമ്പിളിന് തൊട്ട് കഴിഞ്ഞ് വരുന്ന സിമ്പിൾ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ്, തൊട്ട് കഴിഞ്ഞ് വരുന്ന സിമ്പിളിന്റെ വാല്യൂവിൽ നിന്ന്, അതായത് വിന്റെ വാല്യൂവിൽ നിന്ന് 5, ആ ചെറിയ സിമ്പിളിന്റെ വാല്യൂ മൈനസ് ചെയ്യാം. 5 മൈനസ് 1. അപ്പൊ എത്രയായി? ഈക്വൽ ടു 10 പ്ലസ് 5 minus 1 4 is equal to 14. മനസ്സിലായോ? മനസ്സിലായോ? വെയിറ്റ്. അപ്പൊ ഫോർത്ത് റൂള് നമ്മൾ എന്താ പറഞ്ഞേ? രണ്ട് ഗ്രേറ്റർ വാല്യൂ ഉള്ള ലാർജർ വാല്യൂ ഉള്ള സിമ്പിളിന്റെ ഇടയിൽ ഒരു സ്മോളർ വാല്യൂ ഉള്ള സിമ്പിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്മോളർ വാല്യൂ അത് കഴിഞ്ഞിട്ട് വരുന്ന സിമ്പിളിന്റെ വാല്യൂയിൽ നിന്ന് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫോർത്ത് റൂൾ. മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി റൂൾ 5. If a bar is placed over a Roman numeral, it is multiplied by 1000. ഒരു റോമൻ ന്യൂമറൽ സിമ്പിളിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ബാർ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ, the value is multiplied by 1000. അതായത് ഇപ്പോ എക്സിന്റെ മേലെ എക്സിന്റെ വാല്യൂ 10 അല്ലേ? എക്സിന്റെ മേലെ ചെറിയൊരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? സോറി, എക്സിന്റെ മേലെ ഒരു ചെറിയൊരു ബാർ ഇട്ടാല് അതിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ
in the value 10, then it is multiplied by 1000. Then x bar is equal to 10,000. മനസ്സിലായോ? നമ്മളിപ്പോ ഏത് സിമ്പിളിന്റെ മേലെയും ഇതുപോലെ ബാർ ഇട്ട് കൊടുത്താല്, ഇപ്പൊ സി ആയിക്കോട്ടെ, സിന്റെ മേലെ ഇതുപോലെ ഒരു ചെറിയൊരു ബാർ ഇട്ട് കൊടുത്താല്, ചെറിയൊരു വര ഇട്ട് കൊടുത്താല് എന്താ അത് മീൻ ചെയ്യുന്നത്? സിന്റെ വാല്യൂ എത്രയാ? 100 into 1000, that is equal to 1 lakh. ഇനി 5ന്റെ മേലെ, ബിന്റെ മേലെയാണെങ്കിൽ, ബിന്റെ മേലെയാണ് ഇതുപോലൊരു ബാർ കിടക്കുന്നതെങ്കിൽ, ചെറിയ വര ഇട്ടിട്ടുള്ളതെങ്കിൽ അത് എത്രയായിരിക്കും? ബിന്റെ വാല്യൂ 5 into 1000, that is equal to 5000. Thus B bar is equal to 5000. C bar is equal to 100 into 1000, 1 lakh. X bar is equal to 10 into 1000, 10,000. That is 5th rule. If we put a bar, a small line over a Roman numeral, it is multiplied by 1000. These are the rules for writing Roman numerals. എത്ര റൂൾസ് നമ്മൾ പറഞ്ഞു? 5 റൂൾസ് പറഞ്ഞു. ഈ 5 റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസ് എഴുതുന്നത്. ഹെവന് പിന്നെ ഡൗട്ട് ഉണ്ടോ? നോ. ഓക്കെ. അപ്പൊ ഈ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് എഴുതുന്നത്? റോമൻ ന്യൂമറൽ എഴുതുന്നത്. അപ്പൊ നമ്മളെ ഹിന്ദു അറബിക് ന്യൂമറലിലും ഇതുപോലെ കുറച്ച് റൂൾസ് ഉണ്ട്, ഇല്ലേ? ഉണ്ട്, ഡൗട്ട് ഉണ്ട് ഹെവന്. ഈ ഹിന്ദു അറബിക് റൂൾ എന്ന് വെച്ചാൽ എന്ത് റൂളാണ്? എന്താ ഈ ഹിന്ദു അറബിക് റൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഹിന്ദു അറബിക് ന്യൂമറൽ അറിയില്ലേ? നമ്മളിപ്പോ സാധാരണ നമ്പേഴ്സ് എഴുതുന്ന ഏത് വെച്ചിട്ടാ? മാത്സിൽ നമ്മൾ മാത്തമാറ്റിക്സിലെ നമ്പേഴ്സ് ഡിജിറ്റ്സ് ഏതൊക്കെയാ? 0 1 2 3 4 5 6 7 8 9. ഈ 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി മാത്സിലെ എല്ലാ നമ്പേഴ്സും എഴുതുന്നത്, അല്ലേ? ആണല്ലോ. നമ്മൾ കണക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും എല്ലാം ഈ ഡിജിറ്റ്സ് വെച്ചിട്ടുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടല്ലേ? ഈ 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ നമ്പേഴ്സും ഉണ്ടാക്കുന്നത്. ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്താന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞേണ്ട ആവശ്യമില്ല, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 5ാം ക്ലാസ്സിൽ 5ലോ 4ലോ 4ലാന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന ഈ നമ്പർ സിസ്റ്റം ഇല്ലേ, വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഈ നമ്പർ സിസ്റ്റം, 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സ് കണ്ടുപിടിച്ചത് നമ്മൾ ഇന്ത്യക്കാരാണ്. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ നമ്പേഴ്സ് കണ്ടുപിടിച്ചത് നമ്മുടെ ആൻഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ പൂർവികരായിട്ടുള്ളവരാണ് കണ്ടുപിടിച്ചത്. 0 1 2 3 4 5 6 അങ്ങനെ 10 ഡിജിറ്റ്സ് ഉണ്ട്, 0 മുതൽ 9 വരെ. ആ 10 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി 2 ഡിജിറ്റ് നമ്പേഴ്സും 3 ഡിജിറ്റ് നമ്പേഴ്സും 4 ഡിജിറ്റ് നമ്പേഴ്സും എല്ലാം ഉണ്ടാക്കുന്നത്, അല്ലേ? ഈ 10 ഡിജിറ്റ്സ് വെച്ചിട്ടല്ലേ? അപ്പോ ഈ 10 ഡിജിറ്റ്സ് കണ്ടുപിടിച്ചത് നമ്മൾ ഇന്ത്യക്കാരാണ്. ഹിന്ദു മീൻസ് ഇന്ത്യൻസ്. ഇന്ത്യൻസിനെ കൂടുതലും ഹിന്ദുസ് ആയതുകൊണ്ട് ഹിന്ദു എന്ന് പറയും. അതിനുശേഷം ഈ ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതിന് ശേഷം അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, ആ സിസ്റ്റം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ഉപയോഗിച്ചത് അറേബ്യൻ കൺട്രീസിലുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അറേബ്യൻ കൺട്രീസിലെ ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിനെ ഹിന്ദു അറബിക് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് ഇത് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി, വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. എവിടെയായാലും ആ നമ്പേഴ്സിന്റെ നമ്മൾ എഴുതുന്നതിന്റെ വാല്യൂ ചേഞ്ച് വരില്ല, മെഷർമെന്റ് ചേഞ്ച് ചെയ്യുന്നല്ലാതെ നമ്പേഴ്സിന്റെ വാല്യൂ, ഡിജിറ്റ്സിന്റെ വാല്യൂവിന് എവിടെയായാലും ഒരേ വാല്യൂ തന്നെ ആയിരിക്കും, അല്ലേ?
1 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പോയാലും അമേരിക്കയിൽ പോയാലും 1 തന്നെയല്ലേ. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയാലും ഗൾഫിൽ എവിടെ പോയാലും 2 തന്നെയാണ്. ബട്ട് അത് യൂസ് ചെയ്യുന്ന മെത്തേഡ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ മാറുന്നതല്ലാതെ ആ നമ്പറിന്റെ, ആ ഡിജിറ്റിന്റെ വാല്യൂ എല്ലായിടത്തും ഒരുപോലെ തന്നെയായിരിക്കും. ഹെവന് പിന്നെ എന്തോ പറയാനുണ്ടല്ലോ? മിസ്സേ, എല്ലാ ഡിജിറ്റും കണ്ടുപിടിച്ചു. ആ 0 ഒന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എക്സാമിന് ഒന്നും ആൻസറേ എഴുതിയില്ലെങ്കിൽ 1 മാർക്കെങ്കിലും കിട്ടൂലായിരുന്നു. കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ. 0 കണ്ടുപിടിച്ചില്ലായിരുന്നു എന്ന് വെച്ചോ, നമ്മൾ ഈ റോമൻ ന്യൂമറൽസിൽ എഴുതുന്ന പോലെ 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് വെച്ചിട്ട് എഴുതുന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് 10 മാർക്ക്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ എഴുതും? 10 കിട്ടണമെങ്കിൽ 10 എങ്ങനെ എഴുതും? 20 എങ്ങനെ എഴുതും? അതിന് ഓരോന്നിനും വേറെ സിമ്പിൾ കണ്ടുപിടിക്കേണ്ടി വരില്ലേ? നിങ്ങൾ ഇത് തന്നെ നോക്ക്. എന്താ ഹെവന് പിന്നെയും ഡൗട്ട് ഉണ്ട്? അത് റോമൻ ന്യൂമറിൽ എഴുതിയാൽ, റോമൻ ന്യൂമറിൽ നിങ്ങൾ ഒന്ന് നോക്കിയേ, ഇത് എഴുതാൻ എന്ത് ബുദ്ധിമുട്ടാന്ന് നോക്കിയേ. തൊട്ടടുത്ത പേജ് എടുത്ത് നോക്കിയാൽ കാണാം. ഒരു നമ്പർ എഴുതാൻ എത്ര ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. പേജ് നമ്പർ 24 ഒന്ന് എടുത്തു നോക്ക്. അതിലെ എക്സാമ്പിൾ 40 ഒന്ന് നോക്കിയേ. കണ്ടോ? എക്സാമ്പിൾ 40 കണ്ടോ? അതില് എല്ലാം പോട്ടെ, അതിന് തൊട്ട് മേലെ 87 എന്ന് പറയുന്ന നമ്പർ എഴുതിയത് എങ്ങനെയാന്ന് കണ്ടോ? റോമൻ ന്യൂമറലില് 87. എക്സാമ്പിൾ 40 തൊട്ട് മേലെ 99, 92, അതിന് തൊട്ട് മേലെ 87. ഈ 87 എന്നുള്ള നമ്പർ റോമൻ ന്യൂമറിൽ എഴുതുന്നത് എത്ര ലെറ്റേഴ്സ് വെച്ചിട്ടാ? LXXXVII. നമ്മള് 2 ഡിജിറ്റ്സ് വെച്ചിട്ട് 87 റെപ്രസെന്റ് ചെയ്യുമ്പോൾ റോമൻ ന്യൂമറൽസിൽ എത്ര ലെറ്റേഴ്സ് ഉപയോഗിക്കണം അവർക്ക് 87 റെപ്രസെന്റ് ചെയ്യാൻ? എണ്ണ നോക്കിയേ. 1 2 3 4 5 6 7 ലെറ്റേഴ്സ്, 7 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ 87 എന്ന് പറയുന്ന നമ്മളുടെ 2 ഡിജിറ്റ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ത് ബുദ്ധിമുട്ടാ നോക്കിയേ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇതാ തൊട്ട് താഴെ 3 ഡിജിറ്റ് നമ്പേഴ്സ് കുറെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ഏറ്റവും താഴെ 1100, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളൂ, MC. ഇത് നമ്മൾ കണ്ടുപിടിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റിസിന് എന്തോ ഡൗട്ട് ഉണ്ട്? ഡൗട്ട് അല്ല, എന്താ പറയാനുള്ളേ? റോമൻ ന്യൂമറൽസില് 17 എഴുതാൻ എളുപ്പാ. 16 എഴുതാനോ? എങ്ങനെ? എക്സിന്റെ മേലെ വരയിട്ടാ പോലെ. എക്സിന്റെ മേലെ വരയിട്ടാ മതി. അങ്ങനെ കുറെ ഈസി ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ കുറെ ടഫ് ആയിട്ടുള്ളതും ഉണ്ട്. പെട്ടെന്ന് നമുക്ക് നോക്കിയ റോമൻ ന്യൂമറൽസ് വായിക്കാൻ പറ്റില്ല. ബട്ട് ഹിന്ദു അറബിക് സിസ്റ്റം ആണെങ്കിലോ നമ്മൾ ജസ്റ്റ് കോമയിട്ട് എഴുതി കൊടുത്താൽ എത്ര വലിയ നമ്പർ വേണമെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് ഈ ഹിന്ദു അറബിക് സിസ്റ്റം വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് സിസ്റ്റം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ റോമൻ ന്യൂമറൽസ് എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാല്, റോമൻസ് പ്രത്യേക ഒരു സംസ്കാരമായിരുന്നു അവർക്ക്. റോമിലെ ആൾക്കാർക്ക് റോമൻ സംസ്കാരം, റോമൻ സിവിലിയൻ, അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളാണ് കുറെ. അവർക്ക് കലണ്ടേഴ്സ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അവരുടേതായിട്ടുള്ള അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവരുടേതായിട്ടുള്ള രീതിയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ദാറ്റ് സിസ്റ്റം ഈസ് റോമൻ ന്യൂമറൽ സിസ്റ്റം. ബട്ട് അവരും ഇതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു അറബിക് സിസ്റ്റം തന്നെയായിരിക്കും ഇപ്പൊ ഈജിപ്തിലും റോമിലൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാലും ഈ ഒരു സിസ്റ്റം റോമൻസ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് റോമൻ ന്യൂമറൽ എന്നറിയപ്പെടുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് എന്തുകൊണ്ടാണ് ഹിന്ദു അറബിക് സിസ്റ്റം എന്നറിയപ്പെടുന്നത്? നമ്മൾ ഇന്ത്യക്കാരാണ് അത് കണ്ടുപിടിച്ചത്. ആ സിസ്റ്റം, ആ നമ്പേഴ്സ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ചത് ഇന്ത്യൻസ് ആണ്. അതിനുശേഷം അവര് ആ സിസ്റ്റം എവിടേക്ക് സ്പ്രെഡ് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അറബി രാജ്യങ്ങളിലേക്ക്, ഗൾഫ് കൺട്രീസിലൊക്കെ സ്പ്രെഡ് ചെയ്തു.
അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് ഹിന്ദു അറബിക് സിസ്റ്റം, ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. അപ്പൊ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്പേഴ്സ് കണ്ടുപിടിച്ചത് ആരാ? ഇന്ത്യൻസ്. നമ്മളാ കണ്ടുപിടിച്ചേ. 0 എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിച്ചത് ഐ തിങ്ക് ഇറ്റ് ഈസ് രാമാനുജൻ അല്ല. 0 എന്ന് പറയുന്ന നമ്പർ ഡിജിറ്റ് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാ. ആരാ? ഹരി. 0 കണ്ടുപിടിച്ചത് ആരാ? ആര്യഭട്ടല്ലേ? ആര്യഭട്ട. യെസ്, ആര്യഭട്ട എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ആണ് 0 കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ 0 കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ മാത്തമാറ്റിക്സേ ഉണ്ടാവില്ലായിരുന്നു. 0ന് വാല്യൂ ഇല്ല എന്ന് നമ്മൾ പറയുന്നു, ബട്ട് ഏറ്റവും വാല്യൂ ഉള്ള ഡിജിറ്റ് ആണ് 0. 0 ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ നമ്പറിന്റെ വാല്യൂ കൂടി കൂടി വരില്ലേ? അപ്പൊ എങ്ങനെയാ നമ്മൾ പറയാ 0ന് വാല്യൂ ഇല്ലാന്ന്? 0ന് വാല്യൂ ഉണ്ടാവില്ല ഒരു നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ. ബട്ട് റൈറ്റ് സൈഡിൽ 0 എഴുതുന്നതോറും ആ നമ്പറിന്റെ വാല്യൂ കൂടി കൂടി വരും. അപ്പൊ 0 ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ നമ്പേഴ്സ് ഒന്നും എഴുതാൻ പറ്റില്ല, അല്ലേ ഹെവൻ? ഓക്കെ, അപ്പോ 5 റൂൾ, റോമൻ ന്യൂമറിൽ എഴുതാനുള്ള 5 റൂൾസ് നമ്മൾ പഠിച്ചു. ഇതേപോലെ തന്നെ ഹിന്ദു അറബിക് സിസ്റ്റത്തിലും കുറച്ച് റൂൾസ് ഉണ്ട് അല്ലെ? അതിലൊരു റൂളാണ് നമുക്ക് 0ന്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ എഴുതിയാൽ 0ന് വാല്യൂ ഇല്ല, റൈറ്റ് സൈഡിൽ എഴുതിയാൽ 0ന്റെ വാല്യൂ കൂടിക്കൂടി വരുന്നു. ഇനി ഇതിൽ സോൾവ്ഡ് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. എങ്ങനെ നമ്മൾ റോമൻ ന്യൂമറൽ എഴുതുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 39. എന്താ ക്വസ്റ്റ്യൻ? Express each of the following as a Roman numeral. തന്നിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അതിനെ റോമൻ ന്യൂമറലിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതുക, എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് വൺ 12. 12നെ ആദ്യം നമ്മള് റോമൻ ന്യൂമറലിലേക്ക് എഴുതുന്ന സമയത്ത് തന്നിരിക്കുന്ന നമ്പറിനെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാം. എക്സ്പാൻഡഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാല് എന്താ ഹെവൻ? ഇതിപ്പോ നോട്ട് എഴുതണോ? നോട്ടിൽ എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വെറുതെ നോട്ടിൽ എഴുതി സമയം കളയണ്ട. ഞാൻ പറയുമ്പോ നോക്കിയാൽ മതി. ഓക്കെ, 12 എന്നുള്ളത് നമ്മൾ ആദ്യം ഹിന്ദു അറബിക് സിസ്റ്റത്തിൽ നിന്ന് റോമൻ സിസ്റ്റത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ ഫസ്റ്റ് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുക. എക്സ്പാൻഡഡ് ഫോം എന്ന് വെച്ചാൽ എന്താ? റിട്ടേൺ ആസ് ദി സം ഓഫ് പ്ലേസ് വാല്യൂസ്. പ്ലേസ് വാല്യൂസിന്റെ സം ആയിട്ട് എഴുതുന്നതിനെയാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ 12നെ നമ്മൾ എങ്ങനെ എഴുതും? 10 plus 2. ഇനി നമ്മൾ റോമൻ ന്യൂമറൽസിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് ആകെ 7 ലെറ്റേഴ്സ്, 7 ലെറ്റേഴ്സ് അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ആ 7 ലെറ്റേഴ്സ് ഉള്ള വാല്യൂ വെച്ചിട്ട് ഈ എക്സ്പാൻഡഡ് ഫോമിനെ മാറ്റി എഴുതണം. ഇപ്പോ ഈ 12ന്റെ എക്സ്പാൻഡഡ് ഫോമിൽ 10നും ലെറ്റർ ഉണ്ട്, 2നും ലെറ്റർ ഉണ്ട് അല്ലേ? 10 plus 1 plus 1, that is 12. അല്ലെ? 2ന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ റോമൻ നമ്പറിൽ ഇല്ല, അതുകൊണ്ട് 2നെ നമ്മൾ 1 plus 1 എഴുതി. 10 plus 1 plus 1 ആണ് 12. 10ന്റെ സിമ്പിൾ എന്താ? X. 1ന്റെ സിമ്പിൾ I. Again 1ന്റെ സിമ്പിൾ I. This is 12. XII. Next number എത്രയാ? 17.
17 നമ്മൾ ആദ്യം എക്സ്പാൻഡഡ് ഫോമിലേക്ക് മാറ്റി എഴുതും. 10 + 7. അപ്പൊ 7 നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഒന്നും റോമൻ ന്യൂമറൽ ഇല്ല. എന്ത് ചെയ്യും? 7 നമ്മൾ ആദ്യം മാറ്റി എഴുതും. 10 + 7 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5 + 2 എഴുതാലോ. 7 = 5 + 2. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും സിമ്പിൾ റോമൻ നമ്പേഴ്സിൽ എന്താന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. എക്സിന്റെ സിമ്പിൾ 10ന്റെ സിമ്പിൾ എക്സ്, 5ന്റെ സിമ്പിൾ ബി, 2ന്റെ സിമ്പിൾ ഐ. So XVI is 17. ജസ്റ്റ് ഒന്ന് നോക്കിയേ, 17 എന്നുള്ള ഒരു ചെറിയ നമ്പർ 17 നമ്മൾ സിമ്പിൾ ആയിട്ട് 2 ഡിജിറ്റ് വെച്ച് എഴുതും. റോമൻ ന്യൂമറലിൽ എത്ര സിമ്പിൾ ആന്ന് നോക്കിയേ. XVI 4 എണ്ണം യൂസ് ചെയ്യണം അല്ലെ. ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയാ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് ചെറിയ നമ്പറിനെ പോലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോ വലിയ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഒരു ലെറ്ററോ അല്ലെങ്കിൽ 2 ലെറ്ററോ മാത്രം മതിയാവും. ബട്ട് നമ്മുടെ ഈ ഹിന്ദു അറബിക് സിസ്റ്റത്തിൽ എങ്ങനെയാ? ഫസ്റ്റ് വരുന്നത് 1 ഡിജിറ്റ് നമ്പേഴ്സ്, പിന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സ്, പിന്നെ 3 ഡിജിറ്റ് നമ്പേഴ്സ്, പിന്നെ 4 ഡിജിറ്റ് നമ്പേഴ്സ്. ആ ഡിജിറ്റ്സിന്റെ എണ്ണം കൂടി കൂടി വരുന്നു വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വലിയ നമ്പർ ഏതാ ചെറിയ നമ്പർ ഏതാന്ന് മനസ്സിലാക്കണമെങ്കിൽ ഡിജിറ്റ്സിന്റെ എണ്ണം നോക്കിയാൽ മതി. ഇവിടെ ലെറ്റേഴ്സിന്റെ എണ്ണം നോക്കിയിട്ട് സിമ്പിൾസിലെ ലെറ്റേഴ്സിന്റെ എണ്ണം നോക്കിയിട്ട് നമുക്ക് വലിയ നമ്പർ ആണോ ചെറിയ നമ്പർ ആണോ എന്ന് പറയാൻ പറ്റൂ? ഇല്ല, പറയാൻ പറ്റില്ല. നെക്സ്റ്റ് 26, മൂന്നാമത് 26. 26നെ എങ്ങനെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം? 20 + 6. 20ക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഒന്നുമില്ല. സോ അഗൈൻ 20 can be split into 10 + 10 plus 6ന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഒന്നുമില്ല. സോ 6 can be split into 5 + 1. 10 + 10 + 5 + 1 is 26. After that, write the symbols for each number. 10 in the symbol X, again 10 in the symbol X, 5 in the symbol V, then 1 in the symbol I. So XXVI is 26. XXVI is 26. Next, fourth one, 29. 29 നമ്മൾ അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. 20 + 9 that is equal to 10 + 10 + 9. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 9നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 + 10 + 9നെ അടുത്തുള്ള സിമ്പിളിന്റെ വാല്യൂ വെച്ചിട്ട് 5 + 4 എഴുതാം. 5 + 4 എഴുതാം. ഇനി 5 + 4 എഴുതുന്ന സമയത്ത് എങ്ങനെയാ അതിന്റെ സിമ്പിൾ വരുന്നത്? XXV 4നെ 4 i വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? 4 i വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? We can repeat one symbol up to 3 times. ഒരു സിമ്പിൾ നമുക്ക് 3 times മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 4 എന്നുള്ളത് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 9 എങ്ങനെ എഴുതുന്ന വെച്ചാല് 10 - 1. 9നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സിമ്പിൾ 10ന്റെതാ അല്ലെ. 5നെക്കാളും 9നോട് അടുത്ത് കിടക്കുന്ന സിമ്പിൾ 10 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9നെ എങ്ങനെ മാറ്റി എഴുതാം? 10 - 1 എഴുതാം. ഓക്കെ, അപ്പോ ഇതിപ്പോ 10നും വാല്യൂ ഉണ്ട്, സിമ്പിൾ ഉണ്ട്, 1നും സിമ്പിൾ ഉണ്ട്. ഇതിപ്പോ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്ത് എഴുതാലോ. XX. ഇനി
10 minus 1 എന്ന് പറയുമ്പോ 10 മൈനസ് വരുമ്പോ ലെഫ്റ്റ് സൈഡിലായിരിക്കണം സ്മോളർ സിമ്പിൾ എഴുതേണ്ടത്. 10ന്റെ സിമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിൽ സ്മോളർ സിമ്പിൾ ആയ 1. അപ്പോ I x. I x is 29. നമ്മൾ ഒരു നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ആ ഡിജിറ്റിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സിമ്പിൾ ഏതാണെന്ന് നോക്കാം. അതിനനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇപ്പൊ 8 എന്നൊക്കെ എഴുതുന്ന സമയത്ത് 8നോട് അടുത്ത് കിടക്കുന്നത് 10 ആണ്. പക്ഷെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റിപ്പീറ്റേഷൻ പറ്റില്ല. 10 minus 2 എന്ന് വരുമ്പോൾ 10ന്റെ ലെഫ്റ്റ് സൈഡിൽ 2 ആയി വരണം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ 5നോട് 3 കൂട്ടിയിട്ട് 3 ആഡ് ചെയ്തിട്ട് വേണം 8 എന്ന് എഴുതാൻ. അപ്പൊ VI. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം റോമൻ നമ്പർ എഴുതാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇത് കുറച്ച് ടഫ് ആന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ 45. 45 എഴുതുന്ന സമയത്ത് എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും? 40 plus 5. 40 plus 5 അല്ലേ? എന്താ ഹരി? 37 അല്ലേ? 37 ആണോ? ആ ഓക്കെ, 37. Next fifth one 37. 37 എഴുതുമ്പോ 30 plus 7. 30നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 10 plus 10 plus 10. 7നെ നമുക്ക് plus 5 plus 2 എന്ന് എഴുതാം. So 10 plus 10 plus 10 plus 5 plus 2 is 37. ഇനി ഇതിൽ ഓരോന്നിന്റെ സിമ്പിൾ എഴുതാം. x 3x ആയി. 3 10ന് പകരം 3x ആയി. 5ന്റെ സിമ്പിൾ v, 2ന്റെ സിമ്പിൾ I. x v I is 37. നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലെ? 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മൾ റോമൻ ന്യൂമറലിലേക്ക് ചേഞ്ച് ചെയ്തത്. അതിൽ തന്നെ ലെറ്റേഴ്സിന്റെ എണ്ണത്തിൽ വരുന്ന ഡിഫറൻസ് കണ്ടോ? 3 ലെറ്റേഴ്സ് ഉള്ളതുണ്ട്, 4 ലെറ്റേഴ്സ് ഉള്ളതുണ്ട്, 5 ലെറ്റേഴ്സ് ഉള്ളത്, 6 ലെറ്റേഴ്സ് ഉള്ളത്. അപ്പൊ ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ തന്നെ ലെറ്റേഴ്സിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 6th one 45. 45 എഴുതുന്ന സമയത്ത് 40 plus 5. ഇനി 40 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സിമ്പൽ ഒന്നും ഇല്ല. 40നെ നമുക്ക് 10 plus 10 plus 10 plus 10 എഴുതാനും പറ്റില്ല. Why? We can repeat up to 3 times. ഒരു സിമ്പൽ 3 തവണ മാത്രമേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? 40 കഴിഞ്ഞിട്ട് 50ക്ക് നമുക്ക് സിമ്പൽ ഉണ്ട്. 50ന്ന് 10 മൈനസ് ചെയ്താലാണല്ലോ 40 കിട്ടുന്നത്. So 40 can be written as 50 minus 10. ജസ്റ്റിസിന് എന്തോ പറയാനുണ്ട്, എന്താ നോക്കാലോ? എന്താ? അറിയാ കഴിയുന്നില്ല. ഓക്കെ, അപ്പോ 40നെ നമ്മൾ എങ്ങനെ എഴുതി? 50 മൈനസ് 10 എഴുതി. എന്തുകൊണ്ടാ 50 മൈനസ് 10 എഴുതിയേ? 40 എന്ന് പറയുന്നത് 4 തവണ 10 ആഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ബിക്കോസ് എ സിമ്പിൾ ക്യാൻ ബി റിപ്പീറ്റഡ് അപ് ടു 3 ടൈംസ് ഓൺലി. ഒരു സിമ്പിൾ നമുക്ക് 3 തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 40 കഴിഞ്ഞിട്ട് വരുന്ന സിമ്പിൾ 15താണ്. 15ന്ന് 10 മൈനസ് ചെയ്താൽ നമുക്ക് 40 കിട്ടും. So 40 can be written as 50 minus 10. Then plus 5. 5ന് നമുക്ക് ഓൾറെഡി സിമ്പിൾ ഉണ്ട്. ഇനി 50 minus 10 എന്ന് പറയുമ്പോ
15ന്റെ സിമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കണല്ലോ 10ന്റെ സിമ്പിൾ എഴുതണ്ടേ. 15ന്റെ സിമ്പിൾ എത്രയാ? 15ന്റെ സിമ്പിൾ L. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 10ന്റെ നമുക്ക് മൈനസ് ചെയ്യേണ്ട നമ്പറിന്റെ സിമ്പിൾ, ദാറ്റ് ഈസ് X. ഇനി +5, 5ന്റെ സിമ്പിൾ V. So XLV is 45. XLV is 45. ഇനി 45 കഴിഞ്ഞാൽ 56. 56നെ നമുക്ക് എങ്ങനെ എഴുതാം? 50 plus 6. That is equal to 50 plus 5 plus 1. 50 നമുക്ക് ഓൾറെഡി സിമ്പിൾ ഉണ്ട് L. ഇനി 5ന്റെ സിമ്പിൾ V, 1ന്റെ സിമ്പിൾ I. So LVI is 56. ഇനി next one 69. 69 നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? 60 plus 9. 60 plus 9 എന്ന് പറയുമ്പോ 60യെ നമുക്ക് again സെപ്പറേറ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 50 plus 10 അല്ലെ? 50 plus 10 എഴുതാൻ പറ്റും. എന്തുകൊണ്ടാ? 60ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഒന്നുമില്ല. അതിനടുത്ത് കിടക്കുന്നത് 15ന്റെ സിമ്പിൾ ആണ്. 15നോട് 10 ആഡ് ചെയ്താൽ നമുക്ക് 60 കിട്ടും. സോ 60 can be written as 50 plus 10. Then 9 എന്ന് പറയുന്നതിന് നമ്മൾ നേരത്തെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? 10 minus 1. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ സിമ്പിൾ എഴുതാം. 15ന്റെ സിമ്പിൾ L. ആഡ് ചെയ്തതായതുകൊണ്ട് 50യോട് 10 ആഡ് ചെയ്തതായതുകൊണ്ട് സിമ്പിളിന്റെ റൈറ്റ് സൈഡിൽ വേണം Xന്റെ സിമ്പിൾ എഴുതാൻ. സോ LX. ഇനി 10 minus 1, 10ൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോ ലെഫ്റ്റ് സൈഡിലായിരിക്കണം 1ന്റെ സിമ്പിൾ എഴുതേണ്ടത്. IX. Xന്റെ ലെഫ്റ്റ് സൈഡിൽ 1ന്റെ സിമ്പിൾ. Then 69 can be written as LXIX. LXIX. മനസ്സിലാവുന്നുണ്ടോ ഇത് എഴുതാൻ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എക്സൈസ് 1H കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 25. പേജ് നമ്പർ 25ലെ എക്സൈസ് 1Hല് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ റോമൻ ന്യൂമറൽ. അതിനകത്ത് ആദ്യത്തെ 10 എണ്ണം 2 ഡിജിറ്റ് നമ്പേഴ്സ്, 1 ഡിജിറ്റ് നമ്പറും 2 ഡിജിറ്റ് നമ്പറും, അത് മാത്രം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എക്സ്പ്രസ് ആസ് റോമൻ ന്യൂമറൽസ്. എന്താ ഹെവൻ? ഒന്നും കൂടെ പറയാം. എക്സൈസ് 1H പേജ് നമ്പർ 25. എക്സൈസ് 1H കണ്ടോ? അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ റോമൻ ന്യൂമറൽ. അതില് 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ 95 വരെ 3 ഡിജിറ്റ് നമ്പർ ഒന്നും ചെയ്യണ്ട. ആദ്യത്തെ 2 1 ഡിജിറ്റ് നമ്പറും പിന്നെ ബാക്കി വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സും മാത്രം റോമൻ ന്യൂമറലിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. എന്താ ഹരിക്ക് എന്താ പറയാൻ? എന്താ പറയണോ? ഹരി പറഞ്ഞു. നമ്മളിപ്പോ എഴുതിയ പോലെയാ? ഇപ്പൊ എഴുതിയതുപോലെ തന്നെ നോട്ടിലേക്ക് മാറ്റി എഴുതാം. ഇപ്പം മിസ് കാണിച്ചു തന്നില്ല എങ്ങനെ എഴുതണ്ടേന്ന്. അതുപോലെ നോട്ടിലേക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് റോമൻ ന്യൂമറലിലേക്ക് മാറ്റി എഴുതാം. ശ്രീവിഷ്ണുവിന് പറയണ്ട, ജസ്റ്റിസിനും പറയാം. എന്താ ജസ്റ്റിസ് പറ? ഇവിടെ തന്നിരിക്കുന്ന നമ്പറിന്റെ പുറകെ 1 2 3 റോമൻ തന്നെ എഴുതിയേക്കുന്നത്. നമ്മളെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് സബായിട്ട് എഴുതാൻ വേണ്ടിട്ട് സ്മോൾ ലെറ്റേഴ്സ് റോമൻ ന്യൂമറലിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ശ്രീവിഷ്ണുവിന് എന്താ പറയാനുള്ളത്? മിസ് ഇത് നോട്ടിലോട്ട് എഴുതണോ അത് ഇതിൽ തന്നെ ഫിൽ ചെയ്തിട്ട് അയച്ചാൽ മതിയോ? നോട്ടില് ഹോംവർക്ക് നോട്ടിൽ തന്നെ എഴുതണം.
ഓക്കെ Okay. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് കട്ടാവാനായിട്ടോ. ജസ്റ്റസ് എന്താ? മിസ്സേ 95 വരെയല്ലേ ചെയ്യണ്ടേ? ആ 95 വരെ, 10ാമത്തത് വരെ. ബാക്കി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഒന്നും ചെയ്യണ്ട, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഹോംവർക്ക് എല്ലാവരും പേഴ്സണലായിട്ട് അയച്ചു തന്നോ, ഗ്രൂപ്പിൽ ഇടണ്ട കേട്ടോ. നാളത്തേക്ക് ചെയ്താൽ മതി, നാളത്തേക്ക് ചെയ്താൽ മതി. നാളെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. ഓക്കെ, ബൈ.